പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ കുറിച്ച് പല പാട്ടുകളും നാം കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കാരണഭൂതനായി പാടിക്കൊണ്ടുള്ള തിരുവാതിര കളി നാം കണ്ടതാണ്. അദ്ദേഹത്തിന്റെ സ്തുതിപാഠകർ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളത് ഇരട്ടച്ചങ്കൻ എന്നാണ്. ഇച്ഛാശക്തിയുള്ള നേതാവും ആണ് എന്നും അദ്ദേഹത്തെ കുറിച്ച് പലരും വ്യാജം പറഞ്ഞിട്ടുണ്ട്. പോകുന്ന കേരയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. ഇവിടെ വരിക തന്നെ ചെയ്യും. അതിന്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോ പോകാതിരുന്നതാണ്. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്ന പദ്ധതികൾ ചിലത് നടപ്പാക്കാൻ അദ്ദേഹത്തിനായി. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമെല്ലാം ഇതിന് ഉദാഹരണമാണ്. അത് അദ്ദേഹമല്ലാത്ത ഒരു ഭരണാധികാരിയാണെങ്കിലും കാലത്തിന്റെ കാവ്യനീതി എന്നുള്ള നിലക്ക് ഉമ്മൻചാണ്ടി സാർ എഗ്രിമെന്റ് വെച്ചിട്ടുള്ള അത്തരം പദ്ധതികൾ നടപ്പാകുമായിരുന്നു. നമുക്കറിയാം, കേരയിൽ വരും കേട്ടോ എന്നുള്ള സഖാവ് പിണറായി വിജയന്റെ ഒരു ഡയലോഗ് ഇന്ന് പത്രവാർത്തകൾ നാം ശ്രദ്ധിച്ചു കാണും. ആ വാർത്ത ഇങ്ങനെയാണ്: സിൽവർ ലൈൻ പദ്ധതിക്കുള്ള, അതായത് കേരയിൽ പദ്ധതിക്കുള്ള സ്ഥലമേറ്റെടുപ്പ് വിജ്ഞാപനം റദ്ദായി, ഇനി മഞ്ഞക്കുറ്റികൾ ഊരാം. അതോടൊപ്പം തന്നെ ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രസ്താവനയാണ് ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട്, കേരളവുമായി ബന്ധപ്പെട്ട് LDF-ലെ പ്രമുഖമായ ഘടകകക്ഷി CPI-യുടെ നേതാവ് സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞ വാക്കുകൾ. കേരയിൽ അടഞ്ഞ അധ്യായം, മഞ്ഞക്കുറ്റികളെല്ലാം ഊരി കുറ്റികൾ അടിച്ച സ്ഥലങ്ങളെല്ലാം പഴയപടിയാക്കുമെന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുള്ളത്. ഇനി സഖാവ് പിണറായി വിജയനെ ഇരട്ടച്ചങ്കനെന്നും അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരൊക്കെ പറയേണ്ടതുണ്ട്. എന്ത് ഇച്ഛാശക്തിയാണ് ഇവർ സഖാവ് പിണറായി വിജയനിൽ കണ്ടിട്ടുള്ളത് എന്ന്. ഒരു 10 വർഷമായിട്ട് ഒരു പദ്ധതി ഉമ്മൻചാണ്ടി സാറ് 5 വർഷം കൊണ്ട് കൊണ്ടുവന്നത് പോലത്തെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്, അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതി, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, കൊച്ചി സ്മാർട്ട് സിറ്റി, കൊച്ചി മെട്രോ, ഇതുപോലത്തെ വമ്പൻ പദ്ധതികൾ കേവലം 5 വർഷക്കാലം കൊണ്ട് ഉമ്മൻചാണ്ടി സാറിന് കൊണ്ടുവരാൻ സാധിച്ചു. ഇതുപോലുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന, കേരളത്തിന്റെ ദിശ മാറ്റി നിർണയിക്കുന്ന എന്ത് വികസന പദ്ധതികളാണ് ഈ 10 വർഷം കൊണ്ട് സഖാവ് പിണറായി വിജയന് കേവലം ആരംഭം കുറിക്കാനെങ്കിലും സാധിച്ചിട്ടുള്ളത് എന്ന് പിണറായി വിജയന്റെ സ്തുതിപാഠകർ വ്യക്തമാക്കേണ്ടതുണ്ട്. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിൽ. ജയ് ഹിന്ദ്.